ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹതമായ സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിലാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനും കളമശ്ശേരിക്കും മധ്യത്തിലായി കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. അതായത് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരത്താണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഒരു 6.5 കിലോമീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളിയിലേക്കാണെങ്കിൽ 8 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തേക്ക് ഏതാണ്ട് ഒരു 13-14 കിലോമീറ്റർ ദൂരവും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്കാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു പ്രൊജക്റ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം ചെയ്ത് മനോഹരമാക്കിയൊരു വീടാണ്. മനോഹരമായ എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു നോൺ ഫ്ലഡഡ് ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. വീടിൻ്റെ മുൻവശത്തായി 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ചെറിയ കാറാണെങ്കിൽ 3 കാറുകൾ പാർക്ക് ചെയ്യാം. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീണ്ടും മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. സൈഡ് വശങ്ങളിലെല്ലാം, വീണ്ടും ഫ്രണ്ട് വശത്തിൽ സൈഡ് വശങ്ങളിലെല്ലാം പ്ലാന്റുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്കെല്ലാം നൽകിയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ സിറ്റ് ഔട്ട് ആണെങ്കിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 4-5 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം. വീടിൻ്റെ സ്റ്റെപ്പ് വരുന്നതും അതുപോലെ തന്നെ ഈ മെയിൻ ഡോറെല്ലാം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നമുക്ക് കാണാം മനോഹരമായ ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വെട്രിഫൈഡ് ടൈൽസ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഈ ഏരിയയിൽ വലിയൊരു കോർണർ സൈസ് സെറ്റുകളുള്ള സ്പേസ് നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. TV ഏരിയ ആണെങ്കിലും നല്ല വലിപ്പത്തിലൊരു TV യൂണിറ്റാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടാലോ. ഡൈനിങ് ഏരിയയും ലിവിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ എല്ലാം ചെയ്തിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് ഏരിയയാണ്. വലിയൊരു ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തെ ഇൻവെർട്ടർ യൂണിറ്റും മറ്റ് സാമഗ്രികൾ വയ്ക്കാൻ പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലായി ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി നമുക്കൊരു വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. കൂടാതെ ക്രോക്കറി ഷെൽഫുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ കിച്ചണിൻ്റെ കൗണ്ടറിലായി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഫ്ലവർ കേസ് എല്ലാം ഡിസൈൻ ചെയ്ത് മനോഹരമാക്കിയ ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. കിഴക്കോട്ടാണ് കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വർക്കിംഗ് ടേബിളും വാഷ് ബേസിൻ സിങ്കുകളെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കിണറാണ് നമ്മൾ ഈ കാണുന്നത്. കിണറിലേക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി മോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റെല്ലാം നൽകിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുണ്ട്. ബെഡ്റൂം നമുക്കൊന്ന് കാണാം.
മനോഹരമായ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 12 എന്ന അളവിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും മനോഹരമായ രീതിയിലാണ് ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യമുള്ള വാൾഡ്രോബാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ വാൾഡ്രോബിനോട് ചേർന്ന് ഒരു സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട്. ബാത്റൂം ഡോറിനായി WPC ആണ് നൽകിയിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല മാറ്റ് ഫിനിഷിലാണ് ഇവിടുത്തെ ബാത്റൂം ഫ്ലോറിംഗ് എല്ലാം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെ നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി GS കോർ ട്യൂബും വുഡുമാണ് നൽകിയിരിക്കുന്നത്. സൈഡ് വശത്തായി പ്രൊഫൈൽ ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ കയറി ചെന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. വാളുകളിൽ പർഗോളകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയൊരു സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു TV യൂണിറ്റ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റഡി ടേബിളും ഇവിടെ അവൈലബിൾ ആണ്. മാറ്റ് ഫിനിഷിലാണ് കേട്ടോ ഇവിടുത്തെ ടൈലുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളും ഒരു ബാൽക്കണിയും കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഈ ഏരിയ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. 10-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 7ഓളം പാളികളുള്ള ഒരു ജനലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ സൗകര്യം ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല വാൾഡ്രോ സൗകര്യവും അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകളും അതുപോലെ തന്നെ ഫ്ലോറിംഗ് ടൈൽസുകളും നൽകിയിട്ടുള്ളത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ലാസ്റ്റ് ബെഡ്റൂമും നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ലാസ്റ്റ് ബെഡ്റൂമും. അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾഡ്രോബ് സൗകര്യവും നമുക്ക് കാണാം. ധാരാളം വിൻഡോകളെല്ലാം നൽകി നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു ബെഡ്റൂമാണിത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റഡി ഏരിയയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും അതുപോലെ തന്നെ ബാൽക്കണിയും നമുക്കൊന്ന് കാണാം. മനോഹരമായ ലൊക്കേഷനിൽ കാക്കനാടിനും കളമശ്ശേരിക്കും എടപ്പള്ളിക്കും മധ്യത്തിൽ ഈ കുഴുവേലിപ്പടി തേവയ്ക്കൽ കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്നും അവൈലബിൾ ആണ്. ഇതിനെല്ലാം പുറമെ ഒരു ബാൽക്കണി കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4.25 സെൻറ്റിൽ 2000ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് ഈ വീട് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 87 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും ഞങ്ങൾ മുഖേന പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 90% ലോണും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.